ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഷാനാക്ക് സ്കൂളില്ല കേട്ടോ, മദ്രസ ഉണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഇലക്ഷൻ പ്രമാണിച്ച് ലീവാണ് കേട്ടോ. അപ്പം ഇന്നൊരു ഡേ ഫുൾ കംപ്ലീറ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഫോണിൽ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉള്ള കാരണം തന്നെ അങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാട്ട് ചിലപ്പോൾ മോർണിംഗ് സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഈവനിങ്, അല്ലെങ്കിൽ നൈറ്റ്, അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, പകുതി എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഫോണിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു മെമ്മറി ഇടാനുള്ള അത് ഫോണിൽ ഇല്ല കേട്ടോ. ഓൾറെഡി അതിൻ്റെ ഒരു മെമ്മറി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോണിൽ ഒരുപാട് അങ്ങനെ ക്ലിയർ ചെയ്ത് നമുക്ക് കളയാനായിട്ടും പറ്റില്ല. അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മളൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ അല്ല നമ്മുടെ അന്നത്തെ ഒരു മോർണിംഗിൽ എല്ലാവരും സമയം വരുന്നത്. കുറേ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയും കൂടെ ഉള്ളത് കാരണമാണ് എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അത് നടക്കാത്ത കാരണമാണ് ഇതുപോലെ പാട്ടായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് എഴുന്നേറ്റ ആ ഒരു ടൈം മുതൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിലും ഞാൻ കാലത്ത് ഷാന മദ്രസയിൽ പോകുന്നത് അങ്ങനത്തെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന എന്താ പറയുക, ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ, പൊടിയിൽ ഡയറക്റ്റ്. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് വൈകുന്നേരം വരെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി റെഡിയായി കിട്ടും. പിന്നെ ഇത്ര പൊടിക്ക് ഇത്ര വെള്ളം അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈവച്ച് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു പരുവം മനസ്സിലാകും. അതാണ് എൻ്റെ കണക്ക്. അപ്പം ഇന്ന് ചപ്പാത്തിയും അതേപോലെ ചിക്കൻ കറിയാണ് കഴിക്കുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രി വെച്ചതാണ് ചിക്കൻ കറി. അപ്പം അതുണ്ടെങ്കിൽ പിന്നെ ഇന്ന് കുശാലായി. അപ്പം ഇന്ന് ഷാനാക്ക് സ്കൂളില്ല കേട്ടോ. ഇന്ന് നാളെയും നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ച് സ്കൂളിന് അവധി കൊടുത്തിട്ടുണ്ട്. മദ്രസയ്ക്ക് നാളെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷാനാക്ക് ഇങ്ങനെ സ്കൂളില്ലാത്ത സമയത്താണ് ഇതുപോലെ കറി ഒഴിച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ രാവിലെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ സമയം അത്ര കിട്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞതാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നോട് കിച്ചണിൽ എന്തെങ്കിലും പണികളുണ്ടോ, ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞ അടിച്ചു വാര്. അപ്പം അത് കുറച്ച് ദേഹാനങ്ങായിട്ടുള്ള പണിയായതുകൊണ്ട് കുറച്ച് മടിയുണ്ട് അല്ലേ. എന്നാലും മനസ്സോട് കൂടിയിട്ട് പണി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കാം. ചപ്പാത്തി പരത്തി വെച്ചിട്ടുള്ളൂ, ചുട്ടെടുത്തിട്ടില്ല. മിന്നു അപ്പോൾ മിന്നു രാവിലെ തന്നെ പതിവ് പോലെ ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അല്ലേ മിന്നോസ്? താത്ത എങ്ങോട്ടാണ് പോണെന്ന് നോക്കിയിട്ട് അതാ വരുന്നു. എന്തേ പറഞ്ഞോളൂ. അല്ല അപ്പം എന്താ നടക്കുവോ മിന്ന? എങ്ങട്ടാ? താത്ത പുറത്തിറങ്ങിയെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതെന്താ ബ്ലോക്ക് ചെയ്തേക്ക്? അങ്ങനെയൊന്നും അവൾ ഇറങ്ങൂല. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. യെസ്. അപ്പോൾ ദാ ചപ്പാത്തിയൊക്കെ ഇവിടെ പരത്തി. വായുവോ? അതെ, ശുദ്ധവായു. നല്ല പാടത്തുനിന്ന് നല്ല വായു വരട്ടെ അല്ലേ. ആ വായു കിട്ടാൻ വേണ്ടി നമ്മൾ മതില് ഇത്ര ഹൈറ്റ് ആക്കിയത്. ഇനി എന്തിനാ കൊടുത്തു? ആ റോസ് ഇല്ലേ, വേറൊന്നില്ലേ? അപ്പൊ താത്ത ചൂലെടുത്തപ്പോ അനിയത്തിക്കും ചൂല് വേണം. എവിടേക്കാ? രണ്ടാളും അടിച്ചു വാരി. ഇപ്പൊ പണി നടക്കുവോ? പതുക്കെ. മിന്നു, താത്താന്റെ പണി നടക്കില്ല, ഉണ്ണിന്റെ പണി നടക്കില്ല. താത്ത അതാ ഡോറടച്ചു, നീ വരുന്നും പറഞ്ഞു. മിന്നു അപ്പൊ മിന്നു ഇതാ കാലൊക്കെ കടഞ്ഞ് സ്വയം കസേരയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ മിന്നു? ഇതെവിടുന്ന ഹെയർ ഓയിൽ കിട്ടി? ടാറ്റ, ഞാൻ പോയി. ഒക്കെ കളഞ്ഞോ?
ആ താത്താന്റെ ബുക്ക് സ്പ്രേ ഒക്കെ അത് അവിടെ കൊടുന്ന് നിരത്തിയിട്ടിക്കണു. എൻ്റെ ചൂല എവിടെ? ആ ചൂല അവിടെ കൊണ്ടിട്ടോ. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉള്ളത് കൊണ്ട് തന്നെ ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഷാനയ്ക്ക് സ്കൂളില്ലാത്ത സമയത്ത് വീഡിയോയിൽ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ കാലത്ത് ഇതുപോലെ ചപ്പാത്തി, അതേപോലെ പത്തിരി, അങ്ങനത്തെ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്, കൂടുതലും സ്കൂളില്ലാത്ത സമയത്ത് കേട്ടോ. അപ്പം അതാണ് ഇന്ന് രാവിലെ വേഗം ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ഒരു ഇത് ചുടുമ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഷാന മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേഗം തന്നെ ഞാൻ ഇതൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഷാനഞ്ഞ് റൂമൊക്കെ ക്ലീൻ ചെയ്തിക്കണു പറഞ്ഞിട്ടുണ്ട്, പോയി നോക്കട്ടെ കേട്ടോ. എന്ന് വെച്ചാൽ വലിയ റൂം അടിച്ചു വാരി ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇനി ബാക്കി ഭാഗമൊക്കെ അടിച്ചു വാരിയാണ് കേട്ടോ. അപ്പം ഒഴിവ് ദിവസമല്ലേ, അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ കൊടുക്കുക കേട്ടോ. പിന്നീട് വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല, ഒരു ഉറപ്പില്ല. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പണിയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ. അവളായിട്ട് ചോദിച്ചു വന്നാണ് കേട്ടോ, ഞാനൊന്നിനും നിർബന്ധിക്കാറില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവൾ കഴിച്ച പാത്രം അല്ലെങ്കിൽ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ, ടേബിള് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ, അതൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടി കിട്ടും വായിലിട്ട അടി വേണം നിനക്ക്. അപ്പോൾ ഷാന ഈ റൂമൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചിട്ടുണ്ട്. അത് പിന്നെ ആ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പുള്ള കാരണം, മിന്നൂന ആ സൈഡിൽ കിടത്തുന്ന കാരണം അങ്ങനെ വിരിച്ചിട്ടേക്കാണ് കേട്ടോ. ഇത് രാവിലെ ആയി കഴിഞ്ഞാൽ ഞാൻ അത് എടുത്തിട്ട് സാധാരണ നോർമൽ മടക്കി വെക്കണ പോലെ മടക്കി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ചുമരുന്ന് ഇങ്ങനെ ചില സമയത്തൊക്കെ ബെഡിക്ക് വരാറുണ്ട്. അപ്പോൾ ദാ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹാളിലോട്ട് പോയി നോക്കാം. വേറെ ഇരുട്ടത്ത് ചെറുതായിട്ടൊക്കെ മടിയുണ്ട്, അടിച്ചു വാരാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പണി ചോദിച്ചു വാങ്ങിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അടിച്ചു വാരി കോരിയെടുക്കലൊക്കെ കുറച്ച് മടിയുണ്ട് അല്ലേ? ചെറുതായിട്ട് ഇടയ്ക്ക് കള്ളപ്പണിയും ചെയ്യാറുണ്ട് ഇത്. അപ്പോൾ ദാ ഈ ഒരു ഹാളും അടിച്ചു വാരി കോരിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഈ റൂം ക്ലീൻ ചെയ്തോ? ആ മിന്നു പോണതിന് അടച്ചിട്ടിരിക്കുകയാണ് അല്ലേ മിന്നോ? മിന്നു ഫുള്ള് അലമ്പാണ്. ആ റൂമിൽ പോയില്ലൊക്കെ വലിച്ച് വാരിയിടും കണ്ടോ, ഒരു കൂസലും ഇല്ലാതെ നടക്കണ് മിന്നു. അപ്പൊ ഇനി ഇവിടെയും കൂടെ അടിച്ചു വാരി കഴിഞ്ഞാ അല്ലേ? അപ്പൊ എത്ര സമയം? 9:05 അതാണ് നോട്ടെ. മിന്നു ഷാനാനെ ഇനിയിപ്പൊ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഷാനാക്കുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ കണ്ടിട്ടുള്ള വരവാണ് അല്ലേ? അവിടെ ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ച ഷാന. ഇന്ന് കഴിയോ? ഇത് വെള്ളത്തിന് പകരമാണ് ഇപ്പൊ ചായ കുടിക്കുന്നത് ഷാന. ചായ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ലല്ലോ അല്ലേ? അപ്പൊ അതിന് നല്ല പരിപാടിയാണ്, വേഗം ഞാൻ കുടിച്ചു തീർക്കും. ചപ്പാത്തിന്റെ കൂടെ ചായ കുടിക്കില്ല, വെറുതെ തിന്നും. ഇനിയിപ്പോൾ അഥവാ എരിവുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കുക. ഇന്ന് കഴിയോ നിന്റെ? വാ ഉമ്മച്ചീനെ ഹെൽപ്പ് ചെയ്യുന്ന ഷാന. ജനൽ തുറക്കണം മീൻസ് ജനൽ കമ്പികൾ ആണോ? ആ അപ്പൊ ഇന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്, ഗ്ലാസ് മൊത്തം ക്ലീൻ ചെയ്യണം. അതിന് വൈപ്പർ വെച്ചിട്ടല്ലേ ക്ലീൻ ചെയ്യുക. അപ്പൊ നീ എന്താ ചെയ്യുക? ഫുള്ള് കമ്പികളും ഈ കട്ട്ള ഭാഗമൊക്കെ തുടക്കുക. അയ്യോ അത് വേണ്ട, അത് ഞാൻ ചെയ്തോളാം. അതിന്റെ പ്ലാന്റുകളൊക്കെ കഴുകണ്ടേ? അത് ഞാൻ കഴുകും, നീ അവിടെ തുടക്കുന്നു, അങ്ങനെയാണോ? ഓക്കെ ഡാൻ. അപ്പൊ നമുക്ക് ഇനി ഒരു 3-4 ദിവസം ഉണ്ട്, ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പൊ ചെറുതായിട്ട് നമുക്കൊരു നനച്ചുകൂളി എന്നൊക്കെ പറയാം അല്ലേ, നോമ്പിന്റെ. ഇനിയിപ്പോ 1 മാസം കൂടെ കഴിഞ്ഞാൽ നോമ്പായില്ലേ? ഫെബ്രുവരിയില്.
3 മാസം മുമ്പല്ലേ കഴിഞ്ഞത്? ആ 3 മാസം മുന്നേ കഴിഞ്ഞതാ. 4-ാം മാസം നടത്തുന്ന മുമ്പ്. പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഇനിയിപ്പോ ചോറ് വെക്കേണ്ട ആവശ്യമില്ല, ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ക്ലീനിങ്. ഓക്കെ, 2 കഷ്ണം ചപ്പാത്തിയും തിന്നിട്ട് ഇവിടെ വടി. എന്താ അവിടെ? ചായക്ക് പോയിട്ട് തല്ലുണ്ടാക്കുക? വേണ്ട അതോ അത് നീ കൊടുക്കുന്നുണ്ടപ്പോ തുപ്പുക. ഇവിടെ തിന്നാ നീ മര്യാദക്ക്. ആകെ 2 വായും കഴിച്ച് നടക്കുക. പിന്നെ അതാ മിന്നു ഒരു 2-3 വായ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ കൊടുക്കണം, എന്നാലേ ആള് കഴിക്കൂ. അപ്പൊ ഞാൻ വേഗം തന്നെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വീണ്ടും ആ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ചപ്പാത്തി പൊടിപ്പിക്കുകയല്ല കേട്ടോ, അതുപോലെ പാക്കറ്റാണ് വാങ്ങിക്കാറ്. എല്ലാ പൊടിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ 2 പേർക്ക് പൊടിപ്പിച്ചിട്ട് അത്രയൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ പാക്കറ്റ് കാര്യങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡപ്പയിലാണ് ഞാൻ പൊട്ടിച്ച പൊടിയായാലും പൊട്ടിക്കാത്ത പൊടിയായാലും ഒക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വേഗം ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ പിന്നെ ഇങ്ങനെ സിങ്കിൽ മുഴുവനായിട്ടും കൂട്ടിയിടാറൊന്നുമില്ല കേട്ടോ. പാത്രങ്ങൾ അപ്പപ്പോ തന്നെ വേഗം കഴുകി എടുത്തു വെക്കും. കാരണം കുറെ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തന്നെ കഴുകണമല്ലോ. അപ്പൊ വേറെ ആരും വന്ന് കഴുകില്ല. പിന്നെ ഷാന കഴുകണോന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആളോട് കഴുകണ്ടെന്നേ പറയുള്ളൂ. ഒരു 2 പാത്രം അല്ലെങ്കിൽ അവള് കഴിച്ച പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് നീ കഴുകി വെച്ചോന്നേ പറയാറുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ വലിയ പാത്രം പറഞ്ഞ കുക്കർ, പിന്നെ നമ്മൾ ചോറ് വാർക്കണ അരിപ്പക്കൊട്ട, ഇതൊക്കെ ചില സമയത്ത് അവള് കഴുകി വെക്കും കേട്ടോ. കഴുകി വെക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കഴുകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുമല്ലോ. നമ്മളാ ഒരു കൈബലമൊന്നും അവർക്ക് കിട്ടില്ലല്ലോ. അപ്പൊ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ വലിയ പാത്രങ്ങളൊക്കെ ഉള്ള സമയത്ത് വേണ്ട കഴുകണ്ട, ഞാൻ കഴുകിക്കോളാന്ന് പറയും കേട്ടോ. എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഒരു നല്ല മൂഡ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കഴുകുക എന്ന് പറഞ്ഞിട്ട് വേഗം വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാളൊക്കെ ഞാൻ രാത്രി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സിറ്റ് ഔട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ വേഗം തന്നെ അവിടെ തുടക്കാന്ന് വിചാരിച്ചു. തുടച്ചല്ലേ. അപ്പൊ ഈ തുടപ്പ് കോല് ഉള്ളിലായിരുന്നു കേട്ടോ. കിച്ചണിൽ ഞാനിങ്ങനെ ഹാങ് ചെയ്തിടാറാണ്. അപ്പൊ ഞാൻ ബാക്കിലൂടെ അങ്ങനെ ആ ഒരു തുടക്കുന്ന പാത്രത്തിൽ വെള്ളം പിടിച്ച് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടുത്തെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട്. കാരണം അതെന്തായാലും ഒന്ന് കഴുകണം, കുറെ ദിവസമായി കേട്ടോ. അപ്പം ഇപ്പൊ പിന്നെ മഴ അല്ലെങ്കിൽ അങ്ങനെ ചളി തെറിക്കുക, ചവിട്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആ ഒരു റബ്ബറിന്റെ ചവിട്ടിയല്ലേ. അപ്പൊ അതാണെങ്കിലോ വലിയ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇടുന്ന വലിയ ചവിട്ടി, നല്ല ഭാരമാണ് കേട്ടോ പൊക്കാനൊക്കെ ആയിട്ട്. അപ്പം ഈ ഒരു തുടപ്പുള്ള കാരണം ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ സിറ്റ് ഔട്ടിലെ ആ ഒരു ബാക്കില് വാളൊക്കെ വരുന്ന ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഷാനയുടെ കുടയൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പഴയ കുടയാണ്. അതിന്റെ ഒരു പിടി ഇങ്ങനെ പോകുന്ന കാരണം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങനെ വെച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ അത് കൈതട്ടി താഴെ പോന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ തുടപ്പിന്റെ ഉപകാരം പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് വാതിലും കട്ട്ലയും എല്ലാം നീറ്റായിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. കുറേ ആയിട്ടോ, നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും അത് റൊട്ടേറ്റ് ആയി തിരികെയൊക്കെ ചെയ്യും. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടവാളും കാര്യങ്ങളൊക്കെ ഇതുപോലെ എത്താത്ത ഭാഗങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണല്ലോ. പിന്നെ നമ്മുടെ കിച്ചൺ ഏരിയയും ഇതുപോലെ ചുമരില് ടൈൽസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ തുടക്കാനായിട്ട് നമ്മൾ വേറൊരു സ്റ്റൂള് കസേരയൊക്കെ ഇട്ട് കയറുന്നതിലും നല്ലത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് തുടച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ അധികം ചളിയും കാര്യങ്ങളൊന്നും വരാറില്ല. നമ്മൾ കൈ കൊണ്ട് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്നിങ്ങനെ സ്പിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും. നമ്മൾ സ്പിൻ ചെയ്യണതിന്റെ ആ ഒരു ഇതുപോലെയാണ് കേട്ടോ. കാരണം കുറച്ച് വെള്ളം നമുക്ക് തുടപ്പിൽ വേണോ അതോ തീരെ വെള്ളം വേണ്ടേ എന്നൊക്കെ നമ്മൾ സ്പിൻ ചെയ്യണതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ തുടക്കണതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ മിന്നൂസ് നടക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വീഴുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരുപാട് അധികം വെള്ളം നമ്മൾ സാധാ തുടപ്പിൽ നമ്മൾ എത്ര പിഴിഞ്ഞാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അതിലൂടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ തെന്നി വീഴാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പിന്നാലെ മിന്നു നടക്കുകയാണെങ്കിലും അങ്ങനെ വീഴാറൊന്നുമില്ല കേട്ടോ. കാരണം ഒരു ഡ്രൈ ആയൊരു ഇതിലാണ് നമ്മൾ തുടച്ചെടുക്കുക. എന്ന് വെച്ചാൽ അധികം ഡ്രൈയും അല്ല, തുണി നനഞ്ഞില്ല എന്നൊരു മട്ടിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടച്ചെടുക്കണ ആ ഒരു ഇതില് വെള്ളം വരും ചെയ്യും.
നമുക്കിങ്ങനെ കുറേ അധികം വെള്ളം നിന്നിട്ട് ഉണങ്ങാനും അങ്ങനത്തെ ഒരു പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേഗം തന്നെ ഇതുപോലെ തുടച്ചെടുക്കാൻ കണ്ടല്ലോ. ആ ഒരു സൈഡിലെ ചുമരൊക്കെ നമ്മൾ മറ്റേ തുടപ്പ് കൊണ്ട് തുടയ്ക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ആ ചവിട്ടി ഒന്ന് കഴുകിയിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് പമ്പ് വെച്ച് അങ്ങനെ വെള്ളം അടിച്ചു വിടുകയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് ഒരതി കഴുകുക അങ്ങനെയൊന്നും ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു വിടും. അപ്പം അതിമേൽ പൊടിയൊക്കെ അങ്ങോട്ട് പോകും വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് പ്രഷർ വാഷറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അടിയിൽ തന്നെ നമ്മുടെ ചവിട്ടി ക്ലീൻ ആവുകയും ചെയ്യും. കണ്ടോ, അത് പൊക്കി പോകാൻ അത്യാവശ്യം ഭാരമുണ്ട് കേട്ടോ. റബ്ബറിന്റെ വലിയൊരു മാറ്റാണല്ലോ, നമ്മുടെ സിറ്റ് ഔട്ട് മുഴുവൻ കവറായി നിൽക്കുന്ന പോലത്തെ ചവിട്ടി ആയതുകൊണ്ട് അത്യാവശ്യം ഭാരം ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് കളറ് ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഞാൻ തിരിച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇതിങ്ങനെ വെയിൽ കൊണ്ട് ഇതിന്റെ കളർ ഇങ്ങനെ മങ്ങി വരും കേട്ടോ. ഇനിയിപ്പോ ഇത് നമ്മൾ വീടിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഏകദേശം മെയ് മാസം വന്ന 2 വർഷം ആവും കേട്ടോ. അപ്പം അതായിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റേണ്ടി വരും. കാരണം അത്രയും കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഷാന കാര്യമായിട്ടാണ് കേട്ടോ. ജനലൊക്കെ തുടച്ചില്ലേ? ഈ ജനൽ തുടച്ചു. അപ്പോൾ ഇതാ നമ്മുടെ കീ ഹോൾഡറൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കീ ഹോൾഡർ ഈ സൈഡത്തൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാളിലേക്ക് വേറൊരു കീ ഹോൾഡറാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ വെക്കാം. പിന്നെ ഇവിടുത്തെ കീ ഒക്കെ എവിടെ? ആ മിന്നുവാ അതിലിടക്ക് മിന്നു ഇത്തിരി കലിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. മിന്നുവിനെ കുളിച്ച് ഉറങ്ങാനുള്ള ഏകദേശം സമയമായിട്ടുണ്ട്. നിന്റെ താക്കോലൊക്കെ കണ്ടിട്ടാ വരുന്നേ. അടച്ചിട്ട് ഇതാ താക്കോലിട്ട് പൂട്ടാൻ പോവുക അല്ലേ മിന്നുവാ? എത്തണില്ല. മിന്നുവിന് മനസ്സിലായിക്കണം അതന്നെ താക്കോല് എന്നുള്ളത്. നീ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നതാണല്ലോ. അതെങ്ങനെ ഇപ്പൊ മേലൊക്കെ എത്തിയെന്നില്ലേ? ഇന്ന് കഴിയോ? ഇനി മതി, ടയർഡായെങ്കിൽ നിർത്താം. മിന്നുവാ മിന്നു ഡോറൊക്കെ താക്കോലിട്ട് അടയ്ക്കുന്നു കണ്ടോ? പറ്റണില്ല മിന്നു. അപ്പോൾ മിന്നു ലോക്ക് ചെയ്യുകയും ചെയ്യും, അതേപോലെ തുറക്കുകയും ചെയ്യും. ഞാൻ എന്തായാലും ആ താക്കോല് ഡോറിന്റെ മേലെ വെക്കില്ല. മിന്നു എങ്ങാനും ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിക്കിടന്നാ ഷാനാ. മിന്നുവാ അടയ്ക്കോ? പറ്റണില്ലേ? ഇപ്പോ തിരിക്കി. തിരിക്കി. മറന്നോ? അടുത്തടുത്ത്. ഇനി എന്താ? അതെന്താ? അതാ ഷെൽഫിന്റെ മേലെ ഉണ്ടായിരുന്നല്ലേ?